CPM-ന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുന്ന സമയമാണിത്. ഇനി അത് ലോക്കൽ സമ്മേളനമാകും, ഏരിയ സമ്മേളനമാകും, ജില്ലാ സമ്മേളനമാകും, സംസ്ഥാന സമ്മേളനമാകും, പിന്നീട് പാർട്ടി കോൺഗ്രസ്സിലെത്തും. എന്തായാലും 2025 കൊല്ലത്താണ് CPM-ന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. ഈ സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ, ഈ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനം എങ്ങനെയായിരിക്കും, CPM-ന്റെ രീതി, ഈ പിണറായിസത്തിന് എത്രമാത്രം വേര് ഉറപ്പിക്കാനും അല്ലെങ്കിൽ വേര് അറ്റുപോകുമോ നമ്മൾ കാണേണ്ടി വരുന്നത് മിക്കവാറും കൊല്ലം സംസ്ഥാന സമ്മേളനത്തിനായിരിക്കും. സംസ്ഥാന സമ്മേളനത്തിനും എൻ്റെ ഒരു വിലയിരുത്തലിൽ പിണറായി വിജയൻ്റെ പിണറായിസത്തിന് അത്ര വലിയ കോട്ടം തട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം അധികാരം അപ്പോഴും പിണറായി വിജയൻ്റെ കയ്യിലുണ്ടാകും 2025-ലും. അതുകൊണ്ട് തന്നെ CPM-നകത്ത് പിണറായി വിജയൻ്റെ മേധാവിത്വത്തിനും അദ്ദേഹത്തിൻ്റെ ഇസത്തിനും വലിയ കോട്ടം തട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും 20 കൊല്ലം മുമ്പായിരുന്നു 2 പതിറ്റാണ്ട് പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കി പിടിപ്പിച്ച പിണറായിക്ക് അടുത്ത വർഷം കൊല്ലത്തെ സമ്മേളനത്തിലും വലിയ കോട്ടം ഉണ്ടാകുമെന്ന് ആരും കരുതുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഞാനും കരുതുന്നില്ല. എന്നാൽ കൊല്ലത്തും പിണറായിക്ക് നേരെ ചോദ്യങ്ങൾ ഉയരും, ഉറപ്പ് തന്നെയാണ്. മുമ്പ് 20 വർഷമായിട്ട് ചോദ്യങ്ങൾ ഒന്നും പിണറായിക്കെതിരെ ഉയർന്നിട്ടില്ല. പക്ഷേ കൊല്ലം സമ്മേളനത്തിൽ ചോദ്യങ്ങൾ ഉയരും. ബ്രാഞ്ച് സമ്മേളനങ്ങൾ കാണിക്കുന്ന വിരൽ ചൂണ്ടുന്നത് അങ്ങോട്ടൊക്കെയാണ്. PV അൻവർ ഉയർത്തിയ വിവാദങ്ങൾക്ക് അത്തരമൊരു പരിവേഷമുണ്ട്. സാധാരണ മറുപടികളിലൂടെ പിണറായി അതിനെ അതിജീവിക്കുകയാണ് പതിവ്. പക്ഷേ അടുത്ത വർഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുണ്ട്. അതിൽ CPM തോറ്റാൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ളതിനേക്കാളും സീറ്റുകളും പഞ്ചായത്തുകളുടെ എണ്ണം കുറഞ്ഞാൽ അത് പിണറായിസം കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് കാരണമാകും. ആ ചോദ്യം ചെയ്യുന്നവരുടെ ഊക്ക് കൂടുകയും ചെയ്യും. മാത്രമല്ല, വയനാട് ലോക്സഭാ തിരഞ്ഞെടുപ്പും പാലക്കാട്ടെയും ചേലക്കരയിലെയും നിയമസഭാ തിരഞ്ഞെടുപ്പും ഉടനെത്തുകയും ചെയ്യും. ഇതിൽ ചേലക്കരയിൽ CPM തോറ്റാൽ അതും പിണറായിക്ക് കനത്ത തിരിച്ചടിയാകുമെന്നത് ഒരു സംശയവും വേണ്ട. ചേലക്കരയിലെ തോൽവിയാണ് അൻവർ മനസ്സിൽ കാണുന്നത്. അൻവർ ആ ഒരു ലക്ഷ്യമിട്ട് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് എന്ന വിവരമാണ് മനസ്സിലാക്കുന്നത്. ഈ വെല്ലുവിളിയെ പിണറായി അതിജീവിക്കുമോ എന്നതും നിർണായകം തന്നെയാണ്. 2025-ലെ പാർട്ടി സമ്മേളനം കൊല്ലത്ത് എത്തുമ്പോൾ പിണറായിക്ക് മുന്നിൽ നിരവധി പ്രതിസന്ധികളുണ്ട് എന്നത് തർക്കമില്ലാത്ത കാര്യം തന്നെയാണ്. 75 വയസ്സ് കഴിഞ്ഞവർ പാർട്ടി നേതൃത്വത്തിൽ പാടില്ലെന്ന ചട്ടവും വെല്ലുവിളിയായിട്ട് മാറും. ഒരുപക്ഷെ പിണറായിക്ക് വേണ്ടിയിട്ട് ആ ചട്ടമൊക്കെ വഴിമാറാൻ സാധ്യതയുമുണ്ട്. ശ്രീകൃഷ്ണൻ എത്തുമ്പോൾ ഈ പുഴ മാറിക്കൊടുത്തതുപോലെ, വെള്ളവും പുഴയും വലിയ ശക്തമായ ഒഴുക്കുമൊക്കെ ശ്രീകൃഷ്ണൻ എത്തുമ്പോൾ മാറിക്കൊടുത്തതുപോലെ പിണറായി എത്തുമ്പോൾ CPM-ന്റെ ചട്ടങ്ങളും പ്രത്യയശാസ്ത്രങ്ങളെല്ലാം വഴിമാറിക്കൊടുക്കും എന്നത് തീർച്ചയായാണ്. എന്തായാലും പാർട്ടിയിലെ പോളിറ്റ് ബ്യൂറോ അംഗത്വത്തിന് അടക്കം വെല്ലുവിളിയുണ്ട്. കാരണം അവിടെയും 75 വയസ്സ് കഴിഞ്ഞാൽ പോളിറ്റ് ബ്യൂറോ അംഗമാകാൻ പറ്റില്ല എന്നുള്ള ചട്ടമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ആ ചട്ടമൊക്കെ ചട്ടമായിട്ട് അവിടെ ഇരിക്കുകയുള്ളൂ. പിണറായിക്ക് വേണ്ടി അതൊന്നും മാറ്റാൻ സാധ്യതയില്ല. അതെല്ലാം പിണറായിക്ക് വേണ്ടി ഒന്ന് ഒഴിഞ്ഞു കൊടുക്കാൻ സാധ്യതയാണ്. എന്തായാലും പിണറായിയോട് മുഖ്യമന്ത്രി പദവി ഒഴിയാൻ പ്രായപ്രശ്നത്തിൽ ആരെങ്കിലും ആവശ്യപ്പെടുമോ എന്നതും ഉയരുന്ന ചോദ്യം തന്നെയാണ്. 2025-ലെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ തന്നെ അത്തരത്തിൽ ഇത്രയും പ്രായമായ ആളിന് ഇനി ഇത്രയും വലിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പോൾ തന്നെ അദ്ദേഹം പരാജിതനാണ്. അദ്ദേഹത്തിനെല്ലാം കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല, രോഗബാധയുണ്ട്. അതുകൊണ്ട് മാറണം എന്നുള്ള ആവശ്യം സംസ്ഥാന സമ്മേളനത്തിൽ ഉയരും എന്നതും നമ്മൾ കാണേണ്ടത് തന്നെയാണ്. കൊല്ലത്ത് എന്ത് സംഭവിക്കാമെന്ന രാഷ്ട്രീയ സാഹചര്യമാണ് CPM-ൽ ഇപ്പോഴുള്ളത്. പിന്നെ ഈ ഹിന്ദു പത്രത്തിൽ വന്ന കാര്യങ്ങളും അത് മുഖ്യമന്ത്രിയുമായൊക്കെ മറുപടി പറയാൻ കഴിയാത്തതും ഒരു PR ഏജൻസിയുടെ ഒരു പിൻബലത്തിൽ ഈ പിണറായി വിജയൻ ഇങ്ങനെ വാണരുളുന്നതൊക്കെ ഒരു ആയുധമായിക്ക് തന്നെ മാറും. ഹിന്ദു പത്രത്തിനെ ഇങ്ങനെ പുകഴ്ത്തിയതും ഒരു കാലത്ത് എപ്പോഴും ഈ ദേശീയ പത്രങ്ങളെയൊക്കെ ഭൂഷ പത്രം എന്ന് പറയുന്ന അദ്ദേഹം എടുത്തതും പിന്നെ ഈ ദേവകുമാറിൻ്റെ മകനുമായിട്ടുള്ള അടുത്ത ബന്ധവും ഇതെല്ലാം തന്നെ ഈ സംസ്ഥാന സമ്മേളനത്തിലും വരാൻ പോകുന്ന സംസ്ഥാന സമ്മേളനത്തിലും ചർച്ച ആയിക്കൊള്ളുകയല്ല. മുഖ്യമന്ത്രിക്ക് പിണറായി വിജയന് മറുപടി പറയാതിരിക്കാനും കഴിയാത്ത അവസ്ഥ ഉണ്ടാകും എന്നത് തീർച്ച തന്നെ.